ഹായ് നമസ്കാരം. എൻ്റെ അടുത്തൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് പ്രോൺസ് റോസ്റ്റ് ആണ്. അപ്പോൾ പ്രോൺസ് റോസ്റ്റിന് 1/2 കിലോ പ്രോൺസ് ആണ് ഇവിടെ എടുത്തേക്കുന്നത്. അപ്പോൾ അത് നമ്മളൊരു മിക്സ് ആക്കി 30 മിനിറ്റ് വെക്കുക. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ഉപയോഗിച്ചേക്കുന്നത് 1 ടേബിൾ സ്പൂൺ മുളക് പൊടി, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ ഉപ്പ്, 1 ടീസ്പൂൺ വിനെഗർ. ഇത്രയും മിക്സ് ചെയ്തിട്ട് നന്നായി മിക്സ് ചെയ്ത് ഒരു 30 മിനിറ്റ് മാറ്റി വയ്ക്കുക. അപ്പോൾ 30 മിനിറ്റ് മാറ്റി വെച്ചതിന് ശേഷം ഒരു ഫ്രൈങ് പാൻ എടുക്കുക. അതിലേക്ക് 4 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിക്കുക. അതിലേക്ക് പ്രോൺസ് ഫ്രൈ ചെയ്തെടുക്കുക. അപ്പോൾ ഒരു സൈഡ് ഫ്രൈ ചെയ്യാനായിട്ട് ഒരു 3 to 4 മിനിറ്റ്സ് മതി. അതിനുശേഷം അടുത്ത സൈഡ്, അങ്ങനെ ഒരു 6 to 8 ടോട്ടൽ മിനിറ്റ്സ് ഫ്രൈ ചെയ്യുക. അതിനുശേഷം അത് മറ്റൊരു പാത്രത്തിലേക്ക് മാറ്റി വയ്ക്കുക, ഫ്രൈ ചെയ്ത പ്രോൺസ്. അതിനുശേഷം അതേ പാനിൽ തന്നെ ആ മിക്സിൽ ഒരു 1/2 ടീസ്പൂൺ കടുകിട്ടുക. കടുകിട്ട് പൊട്ടിക്കഴിയുമ്പോൾ നമ്മളൊരു 16 ചെറിയ ഉള്ളി ചെറുതായി അരിഞ്ഞത് ആഡ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ചെറിയ ഉള്ളി ആഡ് ചെയ്യുമ്പോൾ നല്ല ടേസ്റ്റ് ആണ് കേട്ടോ. സവാള ആഡ് ചെയ്യുമ്പോൾ ഒരു ചെറിയ മധുരം വരും. ചെറിയ ഉള്ളി ആണെങ്കിൽ നല്ല ടേസ്റ്റ് ആണ്. പിന്നെ നമുക്ക് ഇഞ്ചി വെളുത്തുള്ളി കൊഞ്ച് ഗ്യാസ് ഉണ്ടാക്കും. അപ്പോൾ അതുകൊണ്ട് നമ്മൾ നിറച്ച് ഇഞ്ചിയും വെളുത്തുള്ളി ഇടുന്നത് നല്ലതാണ്. അപ്പോൾ ഇഞ്ചി ഒരു ചെറിയ കഷ്ണം, വെളുത്തുള്ളി ഒരു 5 അല്ലി വെളുത്തുള്ളി. പിന്നെ മൊത്തത്തിൽ ഒരു 5 ടേബിൾ സ്പൂൺ എണ്ണയാണ് നമുക്ക് വേണ്ടത്. നേരത്തെ 4 ആഡ് ചെയ്തു, അപ്പോൾ ഇപ്പോൾ 1 ടേബിൾ സ്പൂൺ എണ്ണ ആഡ് ചെയ്തു. എന്നിട്ട് നന്നായിട്ട് വഴറ്റുക. ഇഞ്ചിയുടെയും വെളുത്തുള്ളിയുടെയും പച്ചമണമൊക്കെ മാറുന്നത് വരെ നന്നായിട്ട് വഴറ്റി കൊടുക്കുക. അപ്പോൾ അതൊക്കെ മാറുമ്പോൾ നമുക്ക് അറിയാൻ പറ്റും, ഒരു ചെറിയ നല്ല മണമൊക്കെ വരും അല്ലേ. അപ്പോൾ അതിലേക്ക് നമ്മൾ ഒരു വലിയ പഴുത്ത തക്കാളിയാണ് ഞാൻ എടുത്തേക്കുന്നത്. അപ്പോൾ അത് ചെറുതായിട്ട് അരിഞ്ഞത് ആഡ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ തക്കാളി ആഡ് ചെയ്യുമ്പോൾ നമുക്ക് നല്ലൊരു പുളി രസമൊക്കെ വരും. അപ്പോൾ പുളി രസവും ഈ കൊഞ്ചിൻ്റെ ടേസ്റ്റും ചെറിയ ഉള്ളിയൊക്കെ ആകുമ്പോൾ വളരെ നല്ലൊരു ടേസ്റ്റാണ് നമ്മുടെ ഡിഷിന് കിട്ടുന്നത്. ഓക്കെ, അപ്പം നമ്മൾ അതിനുശേഷം നമ്മൾ നേരത്തെ കൂട്ട് തയ്യാറാക്കിയ പാത്രത്തിൽ കുറച്ച് മസാലയൊക്കെ ഉണ്ടാവും അല്ലേ. അപ്പം അതിലേക്ക് നമ്മൾ കുറച്ച് ചൂടുവെള്ളം ഒഴിച്ചിട്ട് അത് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യുക. മിക്സ് ചെയ്തതിന് ശേഷം തിളയ്ക്കാൻ അനുവദിക്കുക. ഓക്കെ, നന്നായിട്ട് തിളയ്ക്കുക. അപ്പം നല്ലോണം തിള വരുന്ന സമയത്ത് ഒരു 2-3 മിനിറ്റത്തേക്ക് അതൊന്ന് അടച്ചു വയ്ക്കുക. അതിനുശേഷം നന്നായിട്ട് തിളയ്ക്കാൻ നമ്മൾ സമയം കൊടുക്കുക. പിന്നെ അത് നന്നായിട്ട് ഇളക്കി കൊടുക്കുക. ഇളക്കി കൊടുക്കുന്ന സമയത്ത് തക്കാളിയൊക്കെ ഒന്ന് ഉടഞ്ഞിട്ടുണ്ടോ എന്നൊക്കെ നോക്കുക. ഇല്ലെങ്കിൽ നമ്മുടെ തവി വെച്ചോ അല്ലെ സ്പൂൺ വെച്ചിട്ടോ അതൊന്ന് ചെറുതായിട്ടൊന്ന് ഉടഞ്ഞോ എന്നൊക്കെ നോക്കി ജസ്റ്റ് നമ്മൾ ആ കറിയെ നന്നായിട്ട് ഒരു കോൺസെൻട്രേറ്റഡ് ഫോമിലേക്ക് ആക്കുക. എന്ന് വെച്ചാൽ നന്നായിട്ട് ആ വെള്ളമൊക്കെ വറ്റി കുറുകിയ ഒരു ഇതിലേക്ക് ആക്കിയെടുക്കുക. അപ്പം നന്നായിട്ട് കുറുകി വരുന്നത് വരെ നമ്മളിങ്ങനെ ഇളക്കി കൊടുത്തോണ്ടേ ഇരിക്കുക. അതിനുശേഷം നമ്മൾ ആ തക്കാളിയുടെ പുളിരസമൊക്കെ ഇറങ്ങുന്നതിന് വേണ്ടിയിട്ടാണ്. പിന്നെ അതിനുശേഷം നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന നമ്മുടെ പ്രോൺസ് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ പ്രോൺസ് നന്നായിട്ട് ആഡ് ചെയ്ത് കൊടുത്തതിന് ശേഷം നന്നായിട്ട് ഇളക്കി കൊടുക്കുക. അപ്പോൾ പ്രോൺസിൻ്റെ മസാലയും ഈ കറിയുടെ മസാലയും എല്ലാം കൂടെ നന്നായിട്ട് മിക്സ് ചെയ്ത് അതിനെ വീണ്ടും ഒന്ന് നന്നായിട്ട് കുറുകി കിട്ടുന്നത് വരെ നന്നായിട്ട് ഇളക്കി കൊടുക്കുക. അപ്പോൾ ഈ ഇളക്കലിലൊരു കാര്യമുണ്ട് കേട്ടോ. ചുമ്മാതെ ഇളക്കാതിരുന്നിട്ട് കാര്യമില്ല. ചിലപ്പോൾ നമുക്ക് കൈയൊക്കെ വേദന എടുക്കും. പക്ഷെ അതൊന്നും മൈൻഡ് ചെയ്യേണ്ട. നല്ല ടേസ്റ്റുള്ള കറിക്ക് നന്നായിട്ട് കുറച്ച് കഷ്ടപ്പെടണം അല്ലേ. റൈറ്റ്. അപ്പം നന്നായിട്ട് നമ്മൾ ഇളക്കി കൊടുക്കുക. ഇളക്കി കൊടുത്ത് നന്നായിട്ട് ഒന്ന് കുറുകി വരുമ്പോൾ അതിൻ്റെ മണമൊക്കെ വരും. കൊഞ്ചൊക്കെ നന്നായിട്ട് ഒന്നും കൂടി വെന്ത് കഴിയുമ്പോഴത്തേക്ക് ആ ഒരു സ്മെല്ലൊക്കെ വരും. നമ്മുടെ തക്കാളിയും ഇഞ്ചിയും വെളുത്തുള്ളിയും കൊഞ്ചും എല്ലാം കൂടി മിക്സായിട്ട് നല്ലൊരു സ്മെല്ല് വരും. ഓക്കെ, അപ്പോൾ അതിനുശേഷം നമ്മൾ ഒരു 3 മിനിറ്റത്തേക്ക് അതിനൊന്ന് അടച്ചു വെച്ച് വേവിക്കണം. 3 മിനിറ്റ്സ് മതി. അപ്പം 3 മിനിറ്റത്തേക്ക് അത് നന്നായിട്ട് അടച്ചു വെച്ച് വേവിക്കുക. അതിന് മുന്നേ ഒരു കാര്യം മറന്നുപോയി. നമുക്ക് നമ്മുടെ കാശ്മീരി മുളക് പൊടി കുറച്ചുകൂടി കളർ വേണമെങ്കിൽ അത് ചെറിയ ചൂടുവെള്ളത്തിൽ എണ്ണയിലും എണ്ണയിലോ ചെറിയ ചൂടുവെള്ളത്തിലോ ഒന്ന് ചെറുതായിട്ട് മിക്സ് ചെയ്തിട്ട് നമുക്ക് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. ഞാനിപ്പോൾ ഇവിടെ എണ്ണയാണ് ഉപയോഗിച്ചേക്കുന്നത്. അപ്പോൾ ഒരു 3 മിനിറ്റത്തേക്ക് അടച്ചു വെച്ച് വേവിക്കുക. അത് കഴിയുമ്പോൾ നമുക്ക് കാണാം എണ്ണയൊക്കെ തെളിഞ്ഞ് വന്ന് നല്ല കൊഞ്ച് റോസ്റ്റ് റെഡി ആയിട്ടിരിക്കുന്നത് അല്ലേ. അപ്പം അതിലേക്ക് നമുക്ക് കറിവേപ്പില വെച്ച് നമുക്ക് ജസ്റ്റ് ഒന്ന് ഗാർണിഷ് ചെയ്യുകയും ചെയ്യാം. അപ്പം നിങ്ങളുടെ കൊഞ്ച് റോസ്റ്റ് റെഡി ആയിട്ടുണ്ട്. അപ്പം ട്രൈ ചെയ്ത് നോക്കുക. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക.